ഹലോ, അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്ക്. അങ്ങനെ കാത്തിരുന്ന് റമദാൻ ഇങ്ങെത്തിയില്ലേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താറിൻ്റെ വിഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ കുറച്ച് ഐറ്റംസിൻ്റെ റെസിപ്പീസും ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കനൊക്കെ എടുത്തൊന്ന് പുറത്ത് വെച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇഫ്താറിന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരിയും ചിക്കനും ഒന്ന് ഡ്രൈ ആക്കിയിട്ട് റോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയും പിന്നെ വെജിറ്റബിൾ സമൂസയും. ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഇഫ്താറിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റും ബീൻസും ഒക്കെ ഐസ് വിടണമെന്നില്ല കേട്ടോ. അത് നമ്മൾക്ക് അല്ലാണ്ട് തന്നെ അതിൽ നിന്ന് അങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് ഐസ് വിടണം. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോണത് ഫ്രൂട്ട് സലാഡിലേക്കുള്ള കസ്റ്റാർഡ് ഉണ്ടാക്കി വെക്കാനാണ്. അപ്പോൾ അത് ചൂടാറിയിട്ട് വേണമല്ലോ അതിനകത്ത് നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് തണുത്ത് കിട്ടണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇതാദ്യം ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അത് തിളപ്പിക്കുന്നത്. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ അത് കാരണം കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. പിന്നെ അതാ കസ്റ്റാർഡിൻ്റെ പൗഡർ മിക്സ് ചെയ്യാനായിട്ട് ഇത്രയും പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ആ പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പം നമ്മൾ മാറ്റി വെച്ച പാലിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ആദ്യം എടുത്ത സ്പൂണ് ഫുള്ളാവാത്തതുകൊണ്ടാണ് രണ്ടാമതൊരു തരിയും കൂടെ ചേർത്തിരിക്കുന്നത്. കറക്റ്റ് 1 സ്പൂണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്തപ്പോൾ തന്നെ ഒന്ന് ഇളക്കണം കേട്ടോ. പിന്നെ ഇത് ഭയങ്കരമായിട്ട് തിളക്കാൻ നിൽക്കണ്ട. ഭയങ്കരമായിട്ട് കട്ടിയായിട്ടുണ്ടെങ്കിൽ ഇത് ചൂടാറി കഴിയുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂടിൽ ഒന്നും കൂടി ഇരുന്നിട്ട് അത് ഇതാവും. അപ്പോൾ ഭയങ്കര കട്ടിയായി പോവും. ഭയങ്കര കട്ടിയായിട്ട് ഉണ്ടാവുന്നതിനേക്കാളും ഒന്നും കൂടെ രസം ഇതുപോലെയാണ് കേട്ടോ. ഇപ്പം അത് ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്തത് ചെയ്യാൻ പോണത് പത്തിരിക്ക് പൊടി കുഴയ്ക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പത്തിരിക്ക് കറക്റ്റ് അളവൊന്നും അങ്ങനെ ഞാൻ നോക്കാറില്ല. ഏകദേശം എൻ്റെ ഒരു കൈ അളവ് ആ ഒരു ഇതിലാണ് ചെയ്തെടുക്കാറ്. ഇനി കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടി പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് മൂടി മാറ്റി വയ്ക്കാം. പിന്നെ ആ അത്താഴത്തിന് രസമായിരുന്നു കേട്ടോ. അപ്പോൾ ആ രസത്തിൽ കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സമൂസയിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ക്യാരറ്റും ബീൻസും ഇതുപോലെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഇത് ഐസ് വിടാൻ നിൽക്കണ്ട കേട്ടോ. നമുക്ക് അങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ അത് അതിനകത്തേക്ക് ആവശ്യമുള്ളത് എടുത്ത് മാറ്റിയിട്ട് അത് ഫ്രീസറിലേക്ക് തന്നെ തിരിച്ച് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് എടുക്കുന്നുണ്ട്. ഇതും സമൂസയിലേക്ക് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കളറ് മാറുന്ന കാരണം ഉരുളൻകിഴങ്ങ് ഇങ്ങനെ അരിഞ്ഞ് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. ഇനി ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഉരുളൻകിഴങ്ങ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓൾറെഡി ഉരുളൻകിഴങ്ങ് കഴുകിയിട്ടാണ് അരിഞ്ഞത്. എങ്കിലും അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ഒന്ന് കഴുകിയെടുക്കണം. ഇനിയിപ്പോൾ ഇതാ സമൂസയിൽക്കും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റിൽക്കും പിസയിൽക്കും ഉള്ള സവാള അരിഞ്ഞെടുക്കണം. എല്ലാതും അരിഞ്ഞിങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അത് കാരണം എല്ലാത്തിലേക്കുള്ള സാധനങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതാ ചിക്കൻ റോസ്റ്റിലേക്കുള്ള സവാള ഒരെണ്ണം ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാളയുടെ പകുതി സമൂസയിൽക്കും പകുതി പിസയിൽക്കുമാണ് കേട്ടോ. സമൂസയിൽക്കുള്ള സവാള നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിസയിലേക്ക് ഇങ്ങനെ ക്യൂബായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. പിസ്സ എന്ന് പറയുമ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പിസ്സയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കണേ. ഇനിയിപ്പോൾ ഇതാ അടുത്തത് പച്ചമുളക് ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ എല്ലാത്തിനും ആവശ്യത്തിന് എടുക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കണോണ്ട് തന്നെ നമുക്ക് കുറേ സമയം പോവില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ തൊലി കളഞ്ഞ് കഴുകിയിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ സമയം കുറേ പോകും. അപ്പോൾ പിന്നെ കൂടുതൽ സമയവും കിച്ചണിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ ഇപ്പോൾ അത് ഐസ് വിടാണ്ടാണ് അതിങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചതുകൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും നമുക്ക്. ഒന്നാമത്തെ നല്ല തണവാണ്. അതേ കൂടെ ഈ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു ഇതിലൊക്കെ ആയിട്ട് എൻ്റെ കൈ ആകെ ചുവന്ന് ആകെ ഇതായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതാ തക്കാളി അരിഞ്ഞെടുക്കണേ. ഇത് ചിക്കനിൽക്കുള്ളതാണ്. അതാ എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പിസയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാമല്ലോ.
അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ വീഡിയോ എടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറന്നു പോകും. അങ്ങനെ ഇങ്ങനെയൊക്കെ അടുപ്പിച്ച് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറന്നു പോകാറുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാം അടുപ്പിച്ച് വെക്കുന്നത്. പിന്നെ അതാ ഞാൻ വേവിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസില്ലേ, അതും സമൂസയുടെ മസാലയ്ക്കുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇതുപോലെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും സമൂസയിലേക്കുള്ള മസാലയ്ക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പോണ്, ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതെടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് പിന്നെയും ഫ്രിഡ്ജിലേക്ക് തന്നെ വയ്ക്കാം. അപ്പോൾ അതാ ഫ്രൂട്ട് സലാഡിക്ക് വേണ്ട നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 3 ഇടണുള്ളൂ, അധികം ഓവറായിട്ട് അങ്ങനെ ഇടാറില്ല. മെയിനായിട്ട് ഇത് 3 ഇടാറ്. വേറൊന്നും അങ്ങനെ, ചിലർ പഴം ഇടും, അതുപോലെ കിവി, അനാറ് അതൊക്കെ ഇടും. പക്ഷേ അതൊന്നും അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഇഷ്ടമാവാറില്ല. ഇത് 3 പിന്നെ മെയിനായിട്ട് ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രൂട്ട്സ് ആയിട്ട് ടേബിൾ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല, ഫ്രൂട്ട്സിനോട് അത്ര പ്രിയമില്ല. മെയിനായിട്ട് ഞാൻ കൂടുതലും വറവായിരിക്കുള്ളൂ അപ്പം കഴിക്കുന്നത്. ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചോളും. ഫ്രൂട്ട്സിൽ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഈ ഓറഞ്ചാണ്. അല്ലാണ്ട് പിന്നെ ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ട് വലിയ കാര്യമില്ല, അതങ്ങനെ ഇരിക്കും. കൂടുതലും വറവ് തിന്ന് വെള്ളം കുടിച്ചിട്ട് പിന്നെ അരിഞ്ഞ് വെച്ചത് പിന്നെ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ഇതാവുമ്പോൾ കഴിഞ്ഞു പൊക്കോളും. അങ്ങനെ ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് അതും അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ മുന്തിരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്യാനുള്ള ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചെങ്കിൽ പോലും ഐസ് അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച്. അപ്പോൾ പെട്ടെന്ന് ഐസ് വിട്ട് കിട്ടുമല്ലോ. ഓൾറെഡി കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചിക്കൻ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് എടുക്കുന്ന സമയത്ത് ഇത് അധികം കഴുകാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് ഏകദേശം ഐസ് പോയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് കഴുകി ഊറ്റിയെടുത്തിട്ട് മസാല തേക്കാം. ഞാൻ കൂടുതൽ മസാലകളൊന്നുമില്ല, മഞ്ഞൾപ്പൊടി ഉണ്ട്, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികളിട്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ റോസ്റ്റ് ചെയ്യാനല്ലേ, അതുകൊണ്ടാണ് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഇടാത്തത് കേട്ടോ. ഇങ്ങനെ കായം തേക്കണേൽ അങ്ങനെ അതവിടെ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പിസയിലേക്കുള്ള ചിക്കൻ എടുക്കണം കേട്ടോ. അപ്പോൾ അതും ചെറുതായിട്ട് ഇങ്ങനെ ഐസ് പിടിച്ച് തന്നെ ഇരിക്കണം. അപ്പോൾ ഇതേമാതിരി ഒന്ന് ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച്. കഴുകിയെടുക്കല്ല, ഒരു ഇച്ചിരി നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഐസ് വിട്ട് കിട്ടും. അത് ചൂടുവെള്ളത്തിലിട്ട് വെച്ച സമയത്ത് ഇതാ ഫ്രൂട്ട്സ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴുകി അതവിടെ മാറ്റി വയ്ക്കാം. അതാ ചിക്കന് ഐസ് വിട്ടിട്ടുണ്ട്.
പിന്നെ അത് ഐസൊക്കെ വിട്ട് ഇനി ഇതിൽ മസാല തേക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ചില്ലി സോസില്ലേ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികളാണ് കേട്ടോ അതിനകത്ത് ചേർത്ത് കൊടുക്കണേ. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ഇടുന്നതിനേക്കാളും കുറച്ചിട്ടാൽ മതി. കാരണം സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ പത്തിരിക്ക് കുഴക്കണം കേട്ടോ. ചെറിയ ചൂടുണ്ട്. ശരിക്കും ഇതിനേക്കാളും ഇച്ചിരി ചൂടിൽ കുഴച്ചെടുക്കണം. പക്ഷേ പെട്ടെന്ന് തന്നെ ചൂടാറിപ്പോയി. ഇവിടെ തണുവ് അത്രയുണ്ട്. കുഴച്ചെടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് പത്തിരി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി അത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് പ്രസ്സുമ്മേൽ ഇങ്ങനെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇത് ഏകദേശം കുറേ വർഷം പഴക്കമുള്ള പ്രസ്സാണ് കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈമിൽ വന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. ഏകദേശം 8 വർഷമൊക്കെ ആയി വന്നിട്ട്. ആ സമയത്ത് കൊണ്ടുവന്നിരിക്കുന്ന പ്രസ്സാണിത്. അപ്പോൾ അത് അതിൻ്റേതായൊരിതുണ്ട്. ഈ ക്ലിംഗ് റാപ്പ് ഇല്ലാണ്ട് ഇത് പരത്തുമ്പോൾ അത് മുട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചുറ്റി കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ പത്തിരി എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് പൊടി തട്ടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇനി ചിക്കനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് ആദ്യം തന്നെ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പിസ്സ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ചിക്കനും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഷോർട്സിലും ഇടാൻ വേണ്ടിയിട്ട് ആണ് വീഡിയോ എടുത്തത്. അപ്പോൾ അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ചിക്കൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സമൂസയുടെ ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തതുണ്ടായിരുന്നില്ലേ, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത്. അതൊന്ന് നന്നായി മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുത്ത്. സവാള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചിക്കനും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വന്നപ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഉരുളൻകിഴങ്ങും അതുപോലെ ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് ഇതെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത്. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറി മസാലപ്പൊടി, ഇത്രയും പൊടികൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പകരം മുളക് ഇങ്ങനെ പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് വാരിയിടുന്നുണ്ട്. എണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ സമൂസയുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് അതിന് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. ആ സമയത്ത് ചിക്കനിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. സവാള വഴറ്റുന്ന സമയത്ത് സവാള ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. അങ്ങനെ സമൂസയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ട് ആ അടുപ്പത്ത് തന്നെ പത്തിരി ചുടാനുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, കുരുമുളക് പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പൊടികളുടെ പച്ചമണം മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അവിടെ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പത്തിരി ഓരോന്നായിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒന്ന് ഇത് ഡ്രൈ ആക്കി എടുക്കണതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലിഞ്ഞു വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ പത്തിരി ഇവിടെ ഏകദേശം ചുട്ടെടുത്തിട്ടുണ്ട്. ചിക്കനും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സമൂസ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ മസാല ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു സമൂസയുടെ ടേസ്റ്റ് കിട്ടും. ഈ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ച് ചേർക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ അധികം വേവിക്കാണ്ട് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ ഇങ്ങനെ മസാല ആക്കിയിട്ട് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ സമൂസയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പിസ്സ ഓൾറെഡി 3 എണ്ണം റെഡിയാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി 2 എണ്ണം കൂടെ ശരിയാക്കി എടുക്കണം. അപ്പോൾ
അപ്പോൾ ബ്രെഡ് എടുത്ത് അതിനകത്ത് പിസ്സ സോസ് ഒഴിച്ചു കൊടുത്ത്, ഇത് പെട്ടെന്ന് നമുക്ക് ഒരു പിസ്സ ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു തട്ടിക്കൂട്ട് പിസ്സയാണ് കേട്ടോ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒലിവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മൊസറല്ല ചീസ് നമുക്ക് ആവശ്യത്തിനുള്ളത്, കുറേ ചീസ് വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് കുറച്ച് കൂടുതലിരിക്കുന്നതാണ് ഇഷ്ടം, അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഉണക്കമുളക് ചതച്ചതില്ലേ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ മാംഗോ മിൽക്ക് ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പൾപ്പാണ് ഉപയോഗിക്കുന്നത്. ജ്യൂസ് അടിക്കാനായിട്ട് കൂടുതലും ഞങ്ങൾ പൾപ്പ് തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകാറില്ല കേട്ടോ. നമ്മൾ നല്ല മാങ്ങ അടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ പൾപ്പിനും വേറെ വ്യത്യാസമൊന്നും തോന്നാറില്ല. പിന്നെ അതിനകത്തേക്ക് പാല് കട്ടയാക്കിയിട്ടുള്ളത് ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കട്ടി തോന്നി, അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത്. ഇനി ഇവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് നോമ്പിന് നാരങ്ങ വെള്ളം. അത് ജ്യൂസ് കുറച്ചും നാരങ്ങ വെള്ളം കൂടുതലുമാണ് കേട്ടോ അടിച്ചെടുക്കാറ്. അപ്പോൾ അതാ നാരങ്ങ വെള്ളത്തിനുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം വെച്ച പിസ്സ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തത് ഞാൻ സമൂസ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി 2 പിസ്സ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. സമൂസ പൊരിച്ചെടുക്കാറാണ് പതിവ്. ഇന്ന് ജസ്റ്റ് ഒന്ന് എയർ ഫ്രയറിൽ ചെയ്ത് നോക്കിയാണ്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമായില്ല. റാഷിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. വേറെ ടേസ്റ്റ് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവുമല്ലോ, ഓയിലിൽ പൊരിച്ചെടുക്കണതും വെച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതാ നാരങ്ങ വെള്ളം അടിച്ചെടുത്ത്, പിന്നെ അവിടെ കസ്കസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത്. ഇതിൻ്റെ ഇടയിൽ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ബാങ്ക് കൊടുക്കാനായപ്പോൾ പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാതും. അങ്ങനെ എല്ലാം കൊണ്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിസ്സ തട്ടിക്കൂട്ടി ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മാവൊക്കെ പരത്തി ചെയ്യാൻ ടൈമില്ലാത്തപ്പോൾ ഒരു പിസ്സ കഴിക്കാനൊക്കെ തോന്നിയാൽ ഇതുപോലെ തട്ടിക്കൂട്ടി കാണിക്കാം. പിന്നെ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് കഴിഞ്ഞു. നോമ്പ് അറിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, പിന്നെ മേശയും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒന്നും തൊടണില്ല. ഇനി ഇശാ കഴിഞ്ഞിട്ടേ ഇനി ഞങ്ങൾ വേറെ എന്തിനും നിൽക്കാറുള്ളൂ. നോമ്പറിഞ്ഞ് അപ്പം തന്നെ റാശി പള്ളിക്കും പോയി. ഞാൻ എൻ്റെ നിസ്കാരവും ബാക്കി എല്ലാം കഴിഞ്ഞ് ഇശാ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് നിന്നത്. സാധാരണ ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ പാത്രങ്ങൾ അപ്പം കഴുകിയെടുക്കുന്നതാണ്. പക്ഷേ ഈ നോമ്പിൻ്റെ സമയത്ത് അതിന് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും എല്ലാം ആക്കേണ്ടേ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നേരം വൈകും. അപ്പോൾ നോമ്പിന് ഞാൻ ഇത് രണ്ടും കൂടെ ചെയ്യാൻ നിൽക്കാറില്ല. പാത്രങ്ങളൊക്കെ ഇതുപോലെ ലാസ്റ്റേ കഴുകുള്ളൂ. അതുപോലെ തന്നെ നോമ്പ് അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഗ്ലാസും കാര്യങ്ങളും ഒന്നും മേശയുന്നത് അതൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇശാ കഴിഞ്ഞിട്ടേ ഞങ്ങൾ രണ്ടുപേരും പിന്നെ വേറെ എന്തിനും നിൽക്കാറുള്ളൂ. അങ്ങനെ അത് ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് തേച്ചേക്ക് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലിക്വിഡ് ഒഴിച്ചിങ്ങാനിട്ട് തേച്ചേക്കിട്ട് തുടച്ചെടുത്ത്, അത് കഴിഞ്ഞ് മേശമെന്ന് ഗ്ലാസും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ തന്നു. ഇശാസ്കാരം കഴിഞ്ഞ് റാശി പള്ളിയിൽ നിന്നൊക്കെ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കാറുള്ളത്. അപ്പത്തിനാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പത്തിരിയും ചിക്കനും ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാൻ അതിൽ പത്തിരിക്കുള്ള പാലടിച്ചെടുക്കണം.
അങ്ങനെ ഇതാ പാലടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ പാലൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ അതാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചായ വയ്ക്കണം. നോമ്പ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ചായ കുടിക്കാറ്. നോമ്പ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ പതിവായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് അറിഞ്ഞ പാടെ തന്നെ ചായ കുടിക്കണം. ആ ഒരു ഇതിലേക്ക് എത്താറുണ്ട്. ആദ്യത്തിലൊന്നും അങ്ങനത്തെ കുഴപ്പമുണ്ടാവാറില്ല. അങ്ങനെ ഇതാ ചായ അവിടെ അടുപ്പത്ത് വെച്ച്. അപ്പോൾ പാലിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, തേങ്ങാപ്പാലിൽ. അപ്പോൾ അതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്. അപ്പോഴത്തേനും ചായ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ചായ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, ഞങ്ങൾ ചായ കുടിക്കാനായിട്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് റാഹത്തായിട്ട് നടന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.